നമ്മുടെ ഈ മീറ്റിങ്ങിന്റെ ഒരു ഉദ്ദേശം നമ്മൾ എല്ലാ മാസവും നടത്തി വരുന്ന ഒരു വെബിനാർ ആണ്. പക്ഷെ ഇന്നത്തെ വെബിനാർ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നിപ്പോൺ AMC നിപ്പോൺ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ കേരള ഘടകത്തിന്റെ അസോസിയേറ്റ് ഹെഡ് ആയിട്ടുള്ള ശ്രീ ജിതിൻ ജോസ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രവാസികളെ സംബന്ധിച്ച് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ മാസത്തിലൊരു സംഖ്യ മാറ്റി വെക്കണം, നാട്ടിൽ സെറ്റിൽ ആവണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ പല നിത്യച്ചെലവ് കൂടുതൽ കാരണവും അല്ലെങ്കിൽ നമുക്കുള്ള നോളജിന്റെ കുറവ് കാരണമൊക്കെയാണ് പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ സാധിക്കാതെ പോകുന്നത്. അത് കിട്ടാനുള്ള സോഴ്സും വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു വെബിനാറുകൾ നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഗസ്റ്റിനെ കിട്ടുമ്പോഴൊക്കെ അറേഞ്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ശരിക്കൊരു മാസ്റ്റർ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ബേസിക് ടു മാസ്റ്റർ ക്ലാസ്, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലൊരു ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്, ഒരു മാസ്റ്റർ ക്ലാസ് പോലൊക്കെ എടുക്കണമെങ്കിൽ മോർ ദാൻ 2 hours വേണ്ടി വരും. അപ്പോൾ ഒരു 1 hour അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇന്നത്തെ ക്ലാസ് എടുക്കുവാൻ വേണ്ടി നമ്മോടൊപ്പം ശ്രീ ജിതിൻ സാർ ഉണ്ട്. അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമുക്ക് ഈ ഒരു ക്ലാസ് ഒരുക്കി തന്നത് നിപ്പോൺ ഇന്ത്യയുടെ ആലപ്പുഴ അതുപോലെ പത്തനംതിട്ട ഘടകം ഇൻചാർജ് ഉള്ള അമൽകുമാറാണ്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എന്നാൽ ഇതുവരെ ചെയ്യാൻ സാധിക്കാതെ പോയ പലരുമുണ്ട്. പലരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരായിരിക്കും. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടതായിരിക്കും. ക്ലാസ്സിന് ശേഷം ഒരു 10 minutes ഏറ്റവും അവസാനം ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. അപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി ജിതിൻ സാറിനെ വെൽക്കം ചെയ്യുന്നു. സാർ. ഹലോ, ഓഡിബിൾ ആണോ? യെസ് സാർ, ഓഡിബിൾ ആണ്. താങ്ക് യു ധനേഷ്. ഗുഡ് ഈവനിങ് ഓൾ. ധനേഷ് പറഞ്ഞ പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള അറിവ് പലർക്കും വ്യക്തമായിട്ടില്ല. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റും, അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഞാനും ഇതിനെ കാണുന്നത്. സോ ഞാനൊരു പ്രസന്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഇടാം. ഇല്ല, നിങ്ങൾക്ക് സംസാരിക്കാം. കാരണം ഒരു ഇന്ററാക്ഷൻ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഹാൻഡ് റൈസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലി സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ സാർ. സ്ലൈഡ് വിസിബിൾ ആണോ നമ്മളെ? അതെ. സോ ഞാനിവിടെ നമ്മളിന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് എന്താണ്, മ്യൂച്വൽ ഫണ്ട് വർക്കിംഗ് എങ്ങനെയാണ്, ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ മാർക്കറ്റുകൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ ഒരു വൺ ടൈം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് എന്ന രീതിയിലുള്ളൊരു എല്ലാ ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ എന്തിനാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് കാശ് സേവ് ചെയ്ത് വെക്കുന്നത്, ബേസിക്കലി എന്താണ് നമ്മുടെ ഒരു പർപ്പസ്? വോയിസ് ഓഡിബിൾ ആണല്ലോ അല്ലെ? ക്ലാരിറ്റി എന്തെങ്കിലും കുറവുണ്ടോ? കാരണം എനിക്ക് ചെറിയൊരു സോ എന്തിനാണ് നമ്മൾ ബേസിക്കലി ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ കാശ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ്? സോ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മുടെ ലക്ഷ്യങ്ങളെ ശരിക്കും പറഞ്ഞാൽ 5 ആയിട്ട് തരംതിരിക്കാം. ഞാനൊരു ഫിസിക്കൽ ക്ലാസ് ആണെങ്കിൽ ഞാനൊരു എല്ലാവരോടും ഇന്ററാക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം ഓൺലൈനിൽ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രേറ്റ് അതിലേക്ക് കിടക്കുകയാണ്. സോ ബേസിക്കലി നമുക്ക് 5 ആവശ്യങ്ങളാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ആവശ്യങ്ങളാണ് അല്ലെങ്കിൽ 5 ഗോൾസാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവുക. ഒന്നെങ്കിൽ ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു കാർ വേണം, അല്ലെങ്കിൽ നമുക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് വേണം, അല്ലെങ്കിൽ നമ്മുടെ കിഡ്സ് എഡ്യൂക്കേഷൻ. ഫൈനലി അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് നമ്മുടെ റിട്ടയർമെന്റ് സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷ രീതിയിൽ മുന്നോട്ട് പോകാനാണ്. സോ ബേസിക്കലി ഈ ഒരു 5 കാര്യങ്ങളിലായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സമ്പാദ്യം സൂക്ഷിച്ചു വെക്കുന്നത്. സോ ഇതിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും, ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഈ ഒരു ആഗ്രഹങ്ങൾ നിറവേറ്റാൻ, ഈ ഗോൾസ് നമുക്ക് നിറവേറ്റാൻ. അതാണ് നമ്മളിവിടെ ബേസിക്കലി നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും ചെയ്യുന്നൊരു ബേസിക് കാര്യമാണ് സേവ്, സ്പെൻഡ്, ഇൻവെസ്റ്റ്. ഇത് മൂന്നാണ്. പലരും അത് അറിയുന്നില്ല. പലരും എന്താ ചെയ്യുക, സേവ് ചെയ്ത് വെക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്,
അല്ലെങ്കിൽ ചെയ്യുന്ന പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. എല്ലാവരും ചെയ്യുന്നത് എന്താ, കിട്ടുന്ന ഇൻകം ആദ്യം തന്നെ എന്ത് ചെയ്യും, എല്ലാവരും സേവ് ചെയ്യും? ഇല്ല, ആദ്യം തന്നെ കിട്ടുന്ന ഇൻകം സ്പെൻഡ് ചെയ്യും. സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്ത് വെക്കും. ഈ സേവ് ചെയ്ത് വെക്കുന്ന എമൗണ്ട്, അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന ഒരു ചെറിയൊരു എമൗണ്ടിൽ നിന്ന് ചെറിയൊരു പോർഷൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോകും. ആക്ച്വലി ചെയ്യേണ്ടത് അങ്ങനെയല്ല. നമുക്കൊരു 100 റുപ്പീസ് ഇൻകം ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസൈഡ് ചെയ്യണം. 30% ഓഫ് യുവർ ഇൻകം, ഒരു 100 രൂപ കിട്ടണമെങ്കിൽ 30 രൂപ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിലേക്ക് കൊണ്ടുവരണം. ദെൻ ചെറിയൊരു ഇൻകം നമ്മുടെ എമർജൻസിക്ക് വേണ്ടിയിട്ട് ഒരു 30% മാറ്റി വെക്കണം. റിമൈനിങ് ഉള്ളൊരു ബാക്കിയുള്ളൊരു 30% അല്ലെങ്കിൽ 40% നിന്നായിരിക്കണം നമ്മുടെ സ്പെൻഡിങ് എല്ലാം നമ്മൾ നിർത്തേണ്ടത്. ആ രീതിയിലായിരിക്കണം നിങ്ങളൊരു ഫിനാൻഷ്യൽ ഒരു പ്ലാനിങ് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരാൾ ചെയ്യേണ്ടത്. അതർവൈസ് നമുക്ക് പല രീതിയിലുള്ള ഫ്യൂച്ചറിലുള്ള ബേർഡൻസ് എന്തൊക്കെ വരും എന്നുള്ളത് ജസ്റ്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാം. സോ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും ചെയ്യുന്നത് റിവേഴ്സ് ആണ്. നമ്മൾ ഫസ്റ്റിനെ സ്പെൻഡ് ചെയ്തിട്ട് ബാക്കിയാണെങ്കിൽ സേവ് ചെയ്ത എമൗണ്ടിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് നോർമലി നമ്മൾ കണ്ടുവരുന്ന പാറ്റേൺ. സോ എന്തുകൊണ്ടൊരു എല്ലാവരും ചിന്തിക്കുന്നത് FD ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ്. പക്ഷെ ഞാൻ പറയും FD ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് ബാങ്കിൽ കിടക്കുന്നത് ഒരു സേവിങ്സ് ആയിട്ട് ആരും കൺസിഡർ ചെയ്യരുത്. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ NRIs ആയതുകൊണ്ട് മെജോറിറ്റി ആൾക്കാരും NRIs ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത്ര ടാക്സിന്റെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നെങ്കിൽ പോലും ഇപ്പൊ ഒരു 1 ലക്ഷം രൂപ നമ്മുടെ സേവിങ്സ് ബാങ്കിൽ കിടപ്പുണ്ട്. നമുക്ക് സേവിങ്സ് ബാങ്കിന് അവനെ ഒന്ന് ആരെങ്കിലും അൺമ്യൂട്ട് ആവണമെങ്കിൽ നോക്കാൻ നോക്കണേ, കാരണം കുറച്ച് ഡിസ്റ്റർബൻസ് വരുന്നതാണ്. സോ ഒരു 1 lakh റുപ്പീസ് നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുവാണെങ്കിൽ നമുക്ക് ഇയർലി, അത് ശരിക്കും പറഞ്ഞാൽ ക്വാർട്ടർലി ആവറേജിന്റെ ബേസിൽ ബാങ്കുകാർ നമുക്കൊരു 3.5% അടുത്ത് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. സോ ആ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 lakhന് നമുക്ക് 4,000 കിട്ടുമെന്ന് വരിക. 4,000 1,04,000. ഇപ്പൊ നോർമൽ റെസിഡന്റ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ 30% ടാക്സ് ബ്രാക്കറ്റ് നമ്മൾ ടാക്സ് പേ ചെയ്യണം. അതായത് 10,000 മേലുള്ള എല്ലാ ഇൻട്രസ്റ്റും നമ്മൾ ടാക്സ് ലയബിളാണ്. ഇതിനകത്ത് മേജർ ഒരു ആൾ ഒളിച്ചിരിക്കുന്ന പറയുന്നത് ഇൻഫ്ലേഷൻ നിങ്ങൾക്കെല്ലാവരും അറിയാൻ പറ്റുമായിരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയാം. നമ്മൾ ഇന്നൊരു 100 രൂപയ്ക്ക് വാങ്ങിക്കുന്നു, അടുത്ത വർഷം അറ്റ്ലീസ്റ്റ് ഒരു 106 രൂപയെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് ആ സെയിം സംഭവം നമ്മൾ വാങ്ങിക്കണമെങ്കിൽ, അല്ലെ? സെയിം ഒരു ഐറ്റം നമ്മൾ വാങ്ങിക്കണമെങ്കിൽ. അപ്പൊ അതിനെ നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, അതായത് പണപ്പെരുപ്പം എന്ന് വേണമെങ്കിൽ പറയും. അപ്പോൾ 6,000 രൂപ, അതായത് 6% ആണ് ഇൻഫ്ലേഷൻ എങ്കിൽ 6,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ലോസ് ആവണം. അതായത് 1 ലക്ഷം രൂപ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കിടപ്പുണ്ടെങ്കിൽ ആഫ്റ്റർ ടാക്സ്, ആഫ്റ്റർ ഇൻട്രസ്റ്റ് ഗെയിൻസ് ഓൺ ദ സേവിങ്സ് ബാങ്ക്, നമ്മുടെ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ ആ സേവിങ്സ് ശരിക്കും പറഞ്ഞാൽ 96,000 രൂപയായിട്ട് കുറയും. ഇതിന്റെ കുറച്ചുകൂടെ ഒരു ബിഗർ പിക്ചറിലേക്ക് ഞാൻ കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഇന്നൊരു 30,000 രൂപ പെൻഡിങ് ഉണ്ട് മന്ത്ലി എങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ഒരു 5% ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ, അതായത് ഇന്ന് 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം അടുത്ത വർഷം 105 രൂപയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കണമെങ്കിൽ പോലും നിങ്ങളൊരു 20 വർഷം കഴിയുമ്പോൾ ഈ സെയിം ലിവിങ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ അറൌണ്ട് 80,000 രൂപ സ്പെൻഡ് ചെയ്യണം. 80,000 പെർ മന്ത് യു ഹാവ് ടു സ്പെൻഡ്. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ ഒരു ഗോൾ പ്ലാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറയും എൻ്റെ കയ്യിൽ സേവിങ്സ് ബാങ്കിൽ ഞാൻ അക്കൗണ്ട് ഇട്ടു, ഉള്ള കാശ് മതി, ബാക്കി അവിടെ കിടന്നോട്ടെ, എനിക്ക് അക്കൗണ്ടിൽ കാശുണ്ടല്ലോ, എപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യാലോ. അങ്ങനെയാണ് പലരുടെയും ചിന്ത. അത് ഞാൻ ഇൻഫ്ലേഷന്റെ എങ്ങനെയാണ് ഇത് പറയണമെന്ന് പറയാം, എങ്ങനെ ഇമ്പാക്ട് ആവണമെന്ന് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. ഈ 5% ഇൻഫ്ലേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്താൽ തന്നെ ഈ 1 ലക്ഷത്തിന്റെ വാല്യൂ ആഫ്റ്റർ 20 years 35,000 രൂപയുടെ വാല്യൂ. അതായത് ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു അത് നിങ്ങൾക്ക് 20 വർഷം കഴിയുമ്പോൾ 35,000 രൂപ മാത്രമായിരിക്കും അതിൻ്റെ ഒരു വാല്യൂ. അല്ലെങ്കിൽ നമുക്ക് 1 ലക്ഷത്തിന്റെ സെയിം ഐറ്റം വാങ്ങിക്കണമെങ്കിൽ നമുക്കൊരു 3 ഇരട്ടിയോളം കാശ് 20 വർഷം കഴിയുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇഫ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ ഫണ്ട് ഐഡിയലായിട്ട് കിടന്നായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏൺ ചെയ്യുന്നത്, നമ്മുടെ ഹാർഡ് ഏൺ മണി നമുക്ക് വേണ്ടി ഡെലിവർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പണിയെടുക്കണം ഫ്യൂച്ചറിൽ. ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ആയിരിക്കണം നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ പലരും റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തിട്ട് പലരും പല രീതിയിലുള്ള എന്താ പറയുക, ഫിക്സഡ് ആയിട്ട് റിട്ടേൺ കിട്ടുന്ന കുറെ പ്ലാൻസുകളുണ്ട്. ഇൻഷുറൻസിലാണെങ്കിലും എൻഡോമെന്റ് പോളിസീസ് കുറെ അങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ചെറിയ കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ മന്ത്ലി കിട്ടിക്കഴിഞ്ഞാൽ മതി, ആഫ്റ്റർ റിട്ടയർമെന്റ് 1 ലക്ഷം മന്ത്ലി കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപ പ്ലാൻ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6% ഇൻഫ്ലേഷൻ എന്ന് വയ്ക്കാം. 60-ആം വയസ്സിൽ റിട്ടയർമെന്റ് ആവുന്ന ഒരാൾക്ക് 70 വയസ്സാകുമ്പോൾ, അതായത് 10 വർഷം കഴിയുമ്പോൾ സെയിം ലിവിങ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ 1,79,000 രൂപ നമുക്ക് വേണ്ടി വരും.
അവിടെയാണ് ചലഞ്ച്. നമ്മളൊരു 10 വർഷം മുമ്പ് നമ്മുടെ ആ 1 ലക്ഷത്തിന്റെ വാല്യൂ അല്ല നമുക്ക് ഇപ്പോൾ ഉള്ള 1 ലക്ഷത്തിന്റെ വാല്യൂ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഒരു 80 വയസ്സ് വരെ നമ്മൾ ജീവിക്കുന്നതായിരിക്കാം. 60 റിട്ടയർമെന്റ് ആയി സ്വസ്ഥമായിട്ട് 1 ലക്ഷം രൂപ എനിക്ക് സമ്പാദ്യമായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ എന്തെങ്കിലും പ്ലാനിൽ ചേർന്ന് ഫിക്സഡ് ആയിട്ട് ഇൻകം കിട്ടുന്ന സമയത്ത് 20 വർഷം കഴിഞ്ഞ് റിട്ടയർമെന്റ് ആയി 20 വർഷം കഴിഞ്ഞ് എൻ്റെ 80-ാം വയസ്സിൽ നമ്മൾക്ക് ഈ 1 ലക്ഷം രൂപയുടെ വാല്യൂ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ 6% ഇൻഫ്ലേഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതാണ്ട് 3 ഇരട്ടി, കാരണം 3.2 ലാക്സിന്റെ അടുത്ത് നമുക്ക് ചെലവ് ആക്കേണ്ട വരും സെയിം ലിവിങ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ. നമ്മൾ കൂടിപ്പോയി 90 വയസ്സ് വരെ ജീവിച്ചാൽ തന്നെയോ അത് 90 ഒരു ഹയർ ഏജ് ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചിരിക്കും. കാരണം ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയാണെങ്കിലും 90 വയസ്സ് വരെ ജീവിക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും നമുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 90 വയസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 5.7 ലാക്സിനോടത്തോളം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അത്രയും എക്സ്പെൻസ് നമ്മൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ 60 വയസ്സിലുള്ള ലിവിങ് സ്റ്റാൻഡേർഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സോ എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്? 5 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നേടാൻ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഒരു ഫിനാൻഷ്യൽ ഗോൾ പ്ലാൻ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് 5 ഫിനാൻഷ്യൽ ഗോൾസുകളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എല്ലാവർക്കും തന്നെ ഉണ്ടാവുക. ഒന്നല്ലെങ്കിൽ നമുക്കൊരു ഹൗസ് ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാറ് വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ്, റിട്ടയർമെന്റ്, അല്ലെങ്കിൽ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ. ഈ 5 ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും തന്നെ ജീവിതവും അല്ലെങ്കിൽ ലക്ഷ്യങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ ഡിഫൈൻ ഗോൾ, നമ്മളൊരു ഗോള് ഡിസൈഡ് ചെയ്യുക. പിന്നെ ഏതൊക്കെ രീതിയിലുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷനിലാണ് നിങ്ങളെന്നുള്ളത് കണ്ടെത്തുക. അതായത് നിങ്ങൾക്ക് എത്ര രൂപ മാറ്റി വെക്കാൻ പറ്റും, എത്ര നാളത്തേക്ക് ആ കാശ് മാറ്റി വെക്കാൻ പറ്റും, എത്ര നാളുകൂടി ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതിനകത്ത് ചെയ്യുന്നത് റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള, നമ്മളെല്ലാം റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പറയുന്നത് റിസ്ക് അഡ്ജസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ നമ്മൾ ഡിസൈഡ് ചെയ്യുക. ദെൻ ഇൻവെസ്റ്റ് അക്കോർഡിംഗ്ലി, അത് പ്രോപ്പറായിട്ട് നിറവേറ്റുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. നമ്മൾ ആ റിസ്ക് അഡ്ജസ്റ്റഡ് പ്ലാൻ അനുസരിച്ച് തന്നെ ഏതൊക്കെ കാറ്റഗറിയിൽ, ചിലപ്പോൾ ഷോർട്ട് ടേം ആയിരിക്കും, 3 വർഷം കൊണ്ട് നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാനുള്ളതായിരിക്കും. അത് ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഡിസൈഡ് ചെയ്യുക, അത് മോണിറ്റർ ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്യുക, റെഗുലർലി മോണിറ്റർ ചെയ്യുക. ആ ഫിനാൻഷ്യൽ ഗോളിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വരണ്ടോ എന്നുള്ളത് ഇടയ്ക്ക് മോണിറ്റർ ചെയ്യുക. ഇൻ കേസ് അത് നടക്കുന്നില്ലെങ്കിൽ നെസസറി ചേഞ്ചസ് അതിനകത്ത് കൊണ്ടുവരാം. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞു. ബാങ്ക് നിഫ്റ്റിക്ക് നമുക്ക് ഇൻഡസ്ട്രി ആണ് NRIs പോലും. അത് ശരിക്കും പറഞ്ഞ ഒരു ഇൻഫ്ലേഷൻ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോയല്ല. പക്ഷേ നമ്മുടെ കാശ് എന്ന് നമ്മൾ റിസ്ക് എടുത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റി ചെയ്യുന്നു അന്ന് മാത്രമാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റിസ്ക് ഇൻവോൾവ് ആകാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. സോ ബാങ്ക് നിഫ്റ്റി ഒരു റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഇതല്ല. നമുക്കൊരു 7% കിട്ടും. ബേസ് കോർ ഇൻഫ്ലേഷന് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിട്ടേൺ മാത്രമാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് കിട്ടും. ഇൻഷുറൻസും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വേണ്ടത് ബേസിക്കലി 2 കാര്യങ്ങളാണ്. നിങ്ങൾക്കൊരു ടേം ഇൻഷുറൻസ് ഡെഫിനറ്റ്ലി വേണം. കാരണം നിങ്ങളുടെ ഒരു ഏർണിംഗ് മെമ്പർ ഫാമിലിയിലുണ്ടെങ്കിൽ ആ ഫാമിലി മെമ്പർക്ക് ടേം ഇൻഷുറൻസ് വേണം. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് നെക്സ്റ്റ് ഒരു 10 years അല്ലെങ്കിൽ 15 years എങ്കിലും സർവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സാലറി എത്ര വാങ്ങിക്കുന്നു അതിന്റെ 10 times എങ്കിലും കവറേജ് ഉള്ളൊരു ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് പ്ലാൻസ് നമുക്ക് വേണം. ദെൻ ഹോസ്പിറ്റൽ ഇൻഷുറൻസ്. ഇത് 2 മസ്റ്റാണ്. അതിനുശേഷം മാത്രമേ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് പാറ്റേണിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പാടുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഇൻഷുറൻസ് ഈസ് മസ്റ്റ്. ബട്ട് അതർ ദാൻ ദാറ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ഇൻഷുറൻസിനെ കാണണം. ഹോസ്പിറ്റൽ ആൻഡ് ടേം ഇൻഷുറൻസ് മസ്റ്റ് ആണ്. ബട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പാറ്റേണിൽ നമ്മൾ ഒരിക്കലും ഇൻഷുറൻസിനെ കാണണം. പിന്നെ വേറെ പല ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നത് ഗോൾഡ്. പലരും പറഞ്ഞു ഗോൾഡ് നല്ല രീതിയിൽ റാലി ചെയ്തിട്ടുണ്ട് അല്ലെ. 2020 മുതൽ അല്ലെങ്കിൽ ചില വർഷങ്ങളിൽ പെട്ടെന്ന് ഇപ്പൊ എനിക്ക് 3 yearsലൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. പക്ഷെ ഗോൾഡ് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ ഗോൾഡ് കൊടുക്കും. ഒരു 8 മുതൽ 9% വരെ റിട്ടേൺ ഗോൾഡ് കൊടുക്കാൻ കേപ്പബിൾ ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാനുള്ളത്, 2000 വർഷം മുമ്പ് നമുക്ക് ഒരു 1 ounce ഗോൾഡ് കൊണ്ട് ഒരു പടച്ചട്ട വാങ്ങിക്കാം. ഇന്ന് ഒരു 1 ounce ഗോൾഡ് കൊണ്ട് ഒരു ഷൂട്ട് വാങ്ങിക്കാം. സെയിം തന്നെയാണ്. അതായത് പ്രൈസിന്റെ അല്ലെങ്കിൽ കറൻസിയുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ മാത്രമാണ് നമ്മൾ ഗോൾഡ് കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് സ്റ്റോക്ക് മാർക്കറ്റ്. ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നൊരു പ്രവണതയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പലരും പല ന്യൂസും കണ്ടുണ്ട്. ഇന്ന സ്റ്റോക്ക് ഡബിളായി, ഇന്ന സ്റ്റോക്ക് 3 ഇരട്ടി 4 ഇരട്ടി, എല്ലാവരും കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇന്ത്യൻ സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് പെനട്രേഷൻ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളിൽ ആകെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ആകെ 5 കോടി ജനങ്ങൾ മാത്രം. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി നോക്കും, സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതാണ്ട് 18 കോടി ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വേറൊരു സെക്ടർ കൂടെയുണ്ട്. അത് നിങ്ങൾ ഇൻട്രസ്റ്റിംഗ്ലി നിങ്ങൾ എത്ര പേര് അതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞില്ല. ബിറ്റ് കോയിൻസ്, ക്രിപ്റ്റോ കറൻസീസ്. സോ ഓൾമോസ്റ്റ് ഒരു 30 കോടി ആൾക്കാർ ക്രിപ്റ്റോ കറൻസീസിൽ അക്കൗണ്ട് ഉണ്ട്. പക്ഷേ ഇതിന്റെ പാറ്റേൺ ശരിക്കും പറഞ്ഞാൽ റിവേഴ്സാണ് വരുന്നത്. പക്ഷേ ഒരാൾ ഇക്വിറ്റി അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ എല്ലാം മ്യൂച്വൽ ഫണ്ട് റൂട്ടിലൂടെ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം മ്യൂച്വൽ ഫണ്ട് റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം എന്ന് പറയുന്നത് ഒരു 30-40 കമ്പനീസിന്റെ കുട്ടുകുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് മ്യൂച്വൽ ഫണ്ട് ഒരു സ്കീം. അതൊരു ഫണ്ട് മാനേജർ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കിടക്കും. ഫണ്ട് മാനേജർ അതിന്റെ റിസർച്ച് നടത്തി സ്റ്റോക്സിനെ ഐഡന്റിഫൈ ചെയ്ത് ഒരു സ്കീം യൂണിറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അതിലാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു നമുക്കൊരു ഡൗൺ സൈഡും അപ്പ് സൈഡിലും ഉള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് അതിനകത്ത് കിട്ടും. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിനെ കുറിച്ച് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ സ്റ്റഡി ചെയ്യും അതിനകത്ത് എൻട്രി ചെയ്യലും വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ തുടങ്ങണം. പക്ഷെ ഇവിടെ റിവേഴ്സ് ആണ്. നമ്മൾ ഏറ്റവും ഹൈ റിസ്ക് ആയിട്ടുള്ള ബിറ്റ് കോയിൻ ക്രിപ്റ്റോ കറൻസീസിൽ എൻട്രി ചെയ്യുന്നു, ദെൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നു. ഇതെല്ലാം കൈ പൊള്ളി കഴിയുമ്പോൾ പൈന മ്യൂച്വൽ ഫണ്ടിലേക്ക് എൻട്രി ചെയ്യുന്നു. ഇതാണ് നമ്മൾ കാണുന്നൊരു കോമൺ ആയിട്ടുള്ള പാറ്റേൺ. നമ്മൾ ഇതൊക്കെ വേണം, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ ഫണ്ട്സ് യു ഹാവ് ടു സെറ്റ് എ ബേസ്. അതൊരു മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഒരു ബേസ് സെറ്റായ ശേഷം മാത്രം നിങ്ങളുടെ ചെറിയൊരു പോർട്ട്ഫോളിയോ അലോക്കേഷൻ ഒരു 5-10% നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യാം. ദെൻ ഒരു 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 ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് ഒരു സ്പെക്കുലേഷൻ എന്ന രീതിയിൽ ക്രിപ്റ്റോ കറൻസിയിൽ ചെയ്യാം. അതിലൊന്നും തെറ്റില്ല. നിങ്ങൾക്ക് ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വൈൻസിലും എന്താ പറയുക വാച്ചസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. പക്ഷെ ഇതെല്ലാം ഒരു ബേസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കോർപ്പസ് ബിൽഡ് ചെയ്ത ശേഷം മാത്രമായിരിക്കണം നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഡിസൈഡ് ചെയ്തത്. സോ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏത് ഇതിന് അഗേൻസ്റ്റ് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ പ്രിസർവ് അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കാൻ സേവിങ്സ് ബാങ്കിൽ കിടക്കുന്ന പോലെ തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ ലിക്വിഡ് ഫണ്ട്സും ഓവർനൈറ്റും ഉണ്ട്. ഒരു 6-7% kind of റിട്ടേൺ ഡെലിവറി ചെയ്യുന്ന ഡെപ്റ്റ് സ്കീംസിലും ഇന്ന് അവൈലബിൾ ആണ്. അല്ല നിങ്ങൾക്ക് കുറച്ച് കൺസർവേറ്റീവ് ആണ്, ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിലൊന്നും എൻട്രി ചെയ്യാൻ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഡെപ്റ്റ് റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് ആവശ്യമാണ്. ഇതിനൊക്കെ ഞാൻ ഡീറ്റെയിലേക്ക് പറയാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയുന്നുള്ളൂ. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ പറയില്ല. റിയൽ എസ്റ്റേറ്റ് ശരിക്കും പറഞ്ഞാൽ ചില പോക്കറ്റ്സിൽ നല്ല ഗ്രോത്ത് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിന്റെ ഗ്രോത്ത് ഇന്ത്യൻ ഇത് സിനാരിയോ എടുത്ത് നോക്കിയാൽ ഒരു 7-8% കൂടുതൽ റിട്ടേൺ ഡെലിവറി ചെയ്തത്. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ നാട്ടിൽ എവിടെയെങ്കിലും ഒരു എനിക്ക് പുറത്ത് അതിൽ അത്രയും പറയാൻ ഇതില്ല, എന്നാൽ പോലും ഞാൻ പറയുന്നത് നാട്ടിൽ 1 കോടിക്ക് നിങ്ങളൊരു ഒരു ഒരു ഹൗസ് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എത്ര ഇൻകം കിട്ടാൻ പോകുന്നത്, എത്ര റെന്റ് കിട്ടാൻ പോകുന്നത്. സോ അതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഗോൾ, ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യാൻ നമുക്ക് ഈസിലി പറ്റില്ല. കാരണം നമ്മൾ 1 കോടി പറഞ്ഞാൽ പോലും ഒരു നെഗോസിയേഷനും ആ കറക്റ്റ് ബയ്യർ കിട്ടലും എല്ലാം ഒരു വളരെ ഡിഫിക്കൽട്ട് സിനാരിയോയാണ്. ഇപ്പോൾ 1 കോടിയുടെ ഒരു ഹൗസ് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് നമുക്ക് കൂടിപ്പോയ ഒരു 2-3 ലക്ഷത്തിൽ കൂടുതലൊന്നും നമുക്ക് അതിന് റെന്റൽ ഇൻകം കിട്ടാൻ പോകുന്നില്ല. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണതിന് 3% റിട്ടേൺ എന്നുള്ളതിന്റെ അർത്ഥം. അപ്പോൾ ആ രീതിയിലായിരിക്കും നിങ്ങൾ റിയൽ എസ്റ്റേറ്റിനെ കാണേണ്ടത്. സോ എങ്ങനെ മ്യൂച്വൽ ഫണ്ട്സ് വർക്ക് ചെയ്യുന്നു? മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇൻവെസ്റ്ററിന് ക്യാഷ് കളക്ട് ചെയ്യുന്നു. അത് പൂൾ ഓഫ് മണി ആയിരിക്കും. അതായത് പല ഇൻവെസ്റ്റേഴ്സിന് ഒന്നിച്ച് നമ്മൾ മണി കളക്ട് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട് ഫേമിന് ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. പുള്ളി കുറേ റിസർച്ച് ഒക്കെ നടത്തി കുറച്ച് സ്റ്റോക്സിന്റെ പോർട്ട്ഫോളിയോസ് ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ ഫണ്ട് മാനേജർ പല സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സിന് നമ്മൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് എന്ന് പറയുന്നു. മ്യൂച്വൽ ഫണ്ട് യൂണിറ്റിന് NAV-ലാണ് നമ്മൾ ചെയ്യുന്നത്. NAV-ൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണോ ബേസ്ഡ് ഓൺ ദാറ്റ് NAV ദാറ്റ് യൂണിറ്റ് വിൽ ഗെറ്റ് അലോട്ടഡ്. അതിൽ നിന്ന് ഈ പറഞ്ഞ സ്റ്റോക്സിന്റെ റിട്ടേൺ അനുസരിച്ച് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിന്റെ റിട്ടേൺ അനുസരിച്ച് നമ്മൾ റിട്ടേൺ ഡെലിവറി ചെയ്യുന്നു, അത് ഇൻവെസ്റ്ററിലേക്ക് തിരിച്ചു പോകും. ഇതാണ് ഒരു പ്രോസസ്സ്. ഇതിനകത്ത് 2-3 കേസുകൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി മാനേജറാണ്. ഫണ്ട് മാനേജർ ഉണ്ടാവും, റിസർച്ച് ടീം ഉണ്ടാവും. നമുക്ക് എന്താ പറയുക ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ ഓരോ സ്റ്റോക്സ് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ കമ്പനിയുടെ പ്രോസസ്സ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. സപ്ലൈ ചെയിൻ എങ്ങനെയാണ്, കസ്റ്റമേഴ്സ് എങ്ങനെയാണ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എങ്ങനെയാണ്, ഇതെല്ലാം പ്രോസസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്റ്റോക്ക് സെലക്ഷൻ എടുക്കുക. കുറെ കൂടി ട്രാൻസ്പെറന്റ് ആയിരിക്കും. നമ്മൾ ഏതൊക്കെ സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതിന്റെ കംപ്ലീറ്റ് പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസ് നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും അവൈലബിൾ ആയിരിക്കും. ലിക്വിഡിറ്റി മെയിൻ കാര്യം പറയുന്നത് ലിക്വിഡിറ്റിയാണ്. നമുക്ക് ഫണ്ട് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഒരു 2 ദിവസമുണ്ട്. ഇന്ന് നമ്മൾ റിഡംഷൻ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഫണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ 2 ബാങ്ക് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഫണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. ഇത് വെൽ റെഗുലേറ്റഡ് ബൈ സെബി ആണ്. ദെൻ കോസ്റ്റ് ഈസ് വെരി ലോ. നമ്മൾ ഏത് മ്യൂച്വൽ ഫണ്ട് സ്കീം എടുത്താലും ഒരു 1%, 1.2 അല്ലെങ്കിൽ 1.3% മാത്രമാണ്. അത് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്നല്ല, നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേണിന്റെ ഇതിൽ NAV-ലാണ് അഡ്ജസ്റ്റ് ആവുന്നത്. ആ രീതിയിലാണ് മ്യൂച്വൽ ഫണ്ട്സ് വർക്ക് ചെയ്യുന്നത്.
ഇതിനെക്കുറിച്ച് ഞാൻ അധികം ടെക്നിക്കൽ ടേമാണ്, മ്യൂച്വൽ ഫണ്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ്. അതിനകത്ത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോ നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ ശരിക്കും പറഞ്ഞാൽ 5ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓപ്പൺ എൻഡ് സ്കീംസ് എന്ന് പറഞ്ഞ സ്കീമുകളുണ്ട്, ക്ലോസ്ഡ് സ്കീംസ് ഉണ്ട്, ഇന്റർവൽ സ്കീംസ് ഉണ്ട്. ബേസിക്കലി ഓർഗനൈസേഷനിൽ നമ്മൾ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ മാനേജ് ചെയ്യാം, പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നതനുസരിച്ച് ആക്റ്റീവ് ആൻഡ് പാസീവ്, അതായത് വളരെ അഗ്രസീവായിട്ട് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്, എന്നാൽ കുറച്ച് കൺസർവേറ്റീവ് ആയിട്ട് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന കുറേ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. ഇൻകം ഓറിയന്റഡ്, അതായത് നമുക്ക് റെഗുലർ ആയിട്ട് ഒരു ഇൻകം കിട്ടുന്ന രീതിയിൽ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ട് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. ദെൻ ഹൈബ്രിഡ്, അതായത് ഇക്വിറ്റി ആൻഡ് ഗ്രോത്ത് ആൻഡ് ഇൻകത്തിന്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഹൈബ്രിഡ് ഫണ്ട്സ് എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. എന്നൊക്കെ പറയുന്നത് ഇക്വിറ്റി, ഡെപ്റ്റ്, ഹൈബ്രിഡ്, ലിക്വിഡ് എന്ന 4 ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് മ്യൂച്വൽ ഫണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇക്വിറ്റി റിസ്ക് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം പറയും. ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പാസീവായിട്ട് ഇക്വിറ്റിയിൽ നമ്മൾ എൻ്റർ ചെയ്യാൻ പറ്റുന്നത് ഇൻഡെക്സ് ഫണ്ടുകളാണ്. അതായത് നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ മേജർലി സെൻസസ് ആൻഡ് നിഫ്റ്റി എന്ന് പറഞ്ഞ 2 ഇൻഡെക്സിലാണ്. നിഫ്റ്റിയിൽ 50 സ്റ്റോക്സുകളും സെൻസസിൽ 30 സ്റ്റോക്സുകളാണ് ഉള്ളത്. അപ്പോൾ അത് ബേസിക് ഇൻഡെക്സ് ആണ്. ദർ ആർ ലോട്ട് ഓഫ് അതർ ഇൻഡെക്സ് ഓൾസോ. നമ്മൾ നോക്കുകയാണെങ്കിൽ വാല്യൂ 20 എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഉണ്ട്, അതിനകത്ത് 20 സ്റ്റോക്സുകളായിരിക്കും. ദെൻ BSE 100 ഉണ്ട്, നിഫ്റ്റി 100 ഉണ്ട്, BSE 500, അങ്ങനെ ഓരോരോ ഇൻഡെക്സുകളുണ്ട്. ആ ഇൻഡെക്സിനെ ബെഞ്ച് മാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡെക്സിനെ ഹഗ് ചെയ്യുന്ന സ്കീമുകളാണ് നമ്മുടെ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. അത് കമ്പാരിറ്റീവ്ലി മാർക്കറ്റിനോട് അനുസരിച്ച് തന്നെ മൂവ് ചെയ്യുന്ന ഫണ്ടുകളാണ് ഇൻഡെക്സ് ഫണ്ട്. അത് കഴിഞ്ഞാൽ റിസ്ക് വൈസ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ആർബിട്രേജ് ആണ് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഹൈ റിസ്ക് ഉള്ളത്. ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കടപ്പത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണ പോലത്തെ തന്നെ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ആണ് നമ്മുടെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു സ്പ്രെഡ്. ഡിഫറെന്റ് മാർക്കറ്റിലുള്ള സ്റ്റോക്കിന്റെ സ്പ്രെഡ് നമ്മൾ വെച്ചിട്ട് അതിൽ നിന്ന് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കീമുകളാണ് നമ്മൾ ആർബിട്രേജ് സ്കീമുകൾ. ബാലൻസ് ഫണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്വിറ്റിയുടെയും ഡെപ്റ്റിന്റെയും, അതായത് കടപ്പത്രങ്ങളുടെയും സ്റ്റോക്കിന്റെയും കൂടി ഒരു മിക്സ് ഓഫ് കോമ്പിനേഷൻസിൽ നമ്മൾ റൺ ചെയ്യുന്ന സ്കീമിനെ നമ്മൾ ബാലൻസ് ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ ഡൈവേഴ്സിറ്റി ഫണ്ട് ELSS എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ടാക്സ് സേവിംഗ് ബെനിഫിറ്റ്, നിങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു ഇതല്ല. ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നവർക്ക് അപ് ടു 1.5 lakhs വരെ ടാക്സ് ചെയ്യാൻ പറ്റുന്ന സ്കീമുകൾ നമ്മൾ ELSS സ്കീംസ് എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും ഹയസ്റ്റ് റിസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് സെക്ടർ ഫണ്ടാണ്. നമുക്ക് കുറേ സെക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് ഫാർമ, ബാങ്കിങ്, പവർ, ഇൻഫ്ര, IT, അങ്ങനെ പല പല സെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സെക്ടർ ഫണ്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ റിസ്ക് വിൽ ബി ഹയർ ആൻഡ് റിട്ടേൺ വിൽ ബി ഓൺ ഹയസ്റ്റ്. ഇനി ഡെപ്റ്റ്, നമ്മൾ കടപ്പത്രങ്ങൾ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ ലിക്വിഡ് ഫണ്ട്സ് എന്ന് പറയും. ലിക്വിഡ് ഫണ്ട്സിന് മുമ്പ് ഓവർനൈറ്റ് ഉണ്ട്. സോ ഇതിനകത്ത് നമ്മൾ ഓവർനൈറ്റ് ലിക്വിഡ് ഫണ്ട് നമുക്ക് ഈവൻ വീക്കെൻഡിൽ പോലും പാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഫ്രൈഡേ 1:30 നമുക്ക് ഫണ്ട് ആവശ്യമില്ല, അല്ലെങ്കിൽ 1:30 നമുക്കൊരു ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വന്നു, നെക്സ്റ്റ് മൺഡേ വരെ നമുക്ക് ഈ ഫണ്ട് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഓവർനൈറ്റ് ഫണ്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റും. മൺഡേ മോർണിംഗ് നിങ്ങൾക്ക് ഫണ്ട് കിട്ടും. അതായത് നിങ്ങളെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഫണ്ട് പോകും, തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് ഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും. നിങ്ങൾക്ക് 4 ദിവസം റിട്ടേൺ കിട്ടും, 3 ദിവസം റിട്ടേൺ കിട്ടും. കാരണം ഇന്ന് 1:30 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യാഴാഴ്ചത്തെ NAV-ലാണ് യൂണിറ്റ്സ് അളക്കുന്നത്. NAV എന്ന് പറയുന്നത് നെറ്റ് അസറ്റ് വാല്യൂ. ആ സ്കീമിന്റെ പ്രൈസിനെയാണ് NAV എന്ന് പറയുന്നത്. സ്റ്റോക്കിൽ വാല്യുവേഷൻ, സ്റ്റോക്കിന്റെ പ്രൈസ് എന്ന് പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ റേറ്റിനെയാണ് NAV എന്ന് പറയുന്നത്. അപ്പൊ ഇന്നലത്തെ NAV-ൽ നമുക്ക് പർച്ചേസ് നടക്കും തേഴ്സ്ഡേ ടു ഫ്രൈഡേ ഒരു ദിവസം, ഫ്രൈഡേ ടു സാറ്റർഡേ, സാറ്റർഡേ ടു സൺഡേ. സോ സൺഡേ NAV-ൽ നിങ്ങളുടെ ഫണ്ട് നിങ്ങൾക്ക് റിഡീം ചെയ്യാൻ പറ്റും. അന്ന് തന്നെ നമുക്ക് റിഡീം ചെയ്യാം. ഇന്ന് തന്നെ നമുക്ക് ഫ്രൈഡേ തന്നെ റിഡീം ചെയ്താലും സൺഡേ NAV-ലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് കിട്ടും. അതായത് 3 ദിവസം റിട്ടേൺ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓവർനൈറ്റിൽ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 2 മാസം 3 മാസം ഫണ്ട് ആവശ്യമില്ലെങ്കിൽ നമ്മൾ ബേസിക്കലി സജസ്റ്റ് ചെയ്യേണ്ടതാണ് ഒരു അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകൾ. അല്ല നിങ്ങൾക്ക് 1 വർഷമൊക്കെ ടൈം പീരീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ടേം ഫണ്ട്. ഇതൊന്നും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട യാതൊരു ഇൻവെസ്റ്റ്മെന്റും അല്ല. ഇറ്റ്സ് പ്യൂർലി കടപ്പത്രങ്ങളാണ്. നിങ്ങൾ മുത്തൂട്ട് മണപ്പുറം പോലെയുള്ള NCDs അല്ലെങ്കിൽ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഒരു കോമ്പിനേഷനാണ്. അല്ലാണ്ട് ഒരു നമ്മൾ മുത്തൂട്ടിലും മണപ്പുറത്തേക്ക് ഇടുമ്പോൾ ഒരു NCD-ലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കടപ്പത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് അതുപോലത്തെ ഒരു കോമ്പിനേഷൻ ഓഫ് കടപ്പത്രങ്ങളിൽ അല്ലെങ്കിൽ 10, 40, 30, 40 കമ്പനീസിന്റെ കടപ്പത്രങ്ങളിലേക്കായിരിക്കും നമ്മൾ ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ കൊണ്ടുപോകുന്നത്. പിന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മൾ ഗിൽഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡെപ്റ്റിലും ഉണ്ട് ഓൾമോസ്റ്റ് ഒരു 80-90% കടപ്പത്രങ്ങളിൽ, പിന്നെ ഒരു 10-15% ഇക്വിറ്റി എക്സ്പോഷറും ഉള്ള ഫണ്ടുകൾ നമ്മൾ ഹൈബ്രിഡ് ബോണ്ട് ഫണ്ടുകൾ എന്ന് നമ്മൾ ഇതിനകത്ത് മീറ്റ് ചെയ്യും.
അപ്പോൾ അങ്ങനെയാണ് ബേസിക്കലി നമ്മൾ ഇക്വിറ്റി ഡെപ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹൈബ്രിഡ് സ്ട്രാറ്റജീസിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കൺസർവേറ്റീവ് ഈ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇക്വിറ്റിയും ഡെപ്റ്റിന്റെയും മിക്സ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പല പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കൺസർവേറ്റീവ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് 10 മുതൽ 25% വരെ ഇക്വിറ്റി എക്സ്പോഷർ ഉള്ളൂ. ബാക്കി റിമൈനിങ് നമ്മുടെ കടപ്പത്രങ്ങളിലായിരിക്കും, അതായത് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സിലായിരിക്കും. പിന്നെ കുറച്ചുകൂടെയും അഗ്രസീവിനെ നമ്മൾ ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറയും. അത് 40 to 60% നമ്മൾക്ക് ഇക്വിറ്റി എക്സ്പോഷർ ഉണ്ടാവും. അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും 60 to 80% ഇക്വിറ്റി ആയിരിക്കും. റിമൈനിങ് ഒരു 25 to 30% ആയിരിക്കും ഡെപ്റ്റ് അല്ലെങ്കിൽ കടപ്പത്രങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ചിലതുണ്ട് ഡൈനാമിക്കലി മാനേജ് ചെയ്യുന്ന ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട്. അതിന് നമ്മൾ 0 to 100% ഒരു ഇക്വിറ്റി എക്സ്പോഷർ പോകാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഡിപ്പെൻസ് അപ്പോൺ മാർക്കറ്റ് സിറ്റുവേഷൻ. അതിന് നമ്മൾ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട് എന്ന് പറയും. പിന്നെ മൾട്ടി അസറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഫണ്ടുകളുണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കടപ്പത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ഇക്വിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളിൽ നമ്മൾ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളുണ്ട്. നേരത്തെ ആർബിട്രേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇക്വിറ്റി സേവിങ്സും ഇതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് റിസ്ക് കുറഞ്ഞ കാറ്റഗറിയാണ് നമ്മൾ ഇക്വിറ്റി സേവിങ്സ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. പിന്നെ സൊല്യൂഷൻ ഓറിയന്റഡ് നിങ്ങൾക്ക് കുറെ ഫണ്ടുകൾ അവൈലബിൾ ആയിരിക്കും. റിട്ടയർമെന്റ് ഫണ്ട്, ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒരു ബേസിക് അവയർനെസ്സിന് വേണ്ടി പറയുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയറിയാം മ്യൂച്വൽ ഫണ്ടിൽ കുറെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിരിക്കും. ഈവൻ നിപ്പോണിന്റെ സ്കീംസിൽ നോക്കിയാൽ തന്നെ ഒരു 300-400 സ്കീംസോളം ആയിരിക്കും. നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഏത് സ്കീം സെലക്ട് ചെയ്യണം എന്നുള്ളത് ആണ് നമ്മൾ ഈ പറഞ്ഞ നേഷണൽ പോലെയുള്ള അഡ്വൈസേഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ്. അവർ ഗൈഡ് ചെയ്യും നിങ്ങൾ ഗോൾ ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ അച്ചീവ് ചെയ്യുന്നുള്ളത്. അപ്പം ഇതെല്ലാം ജസ്റ്റ് ഞാൻ ബേസിക്കലി പറയുന്നത് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ലക്ഷ്യങ്ങളാണ് നേടാനുള്ളത് അപ്പം അത് നിങ്ങൾ ഇൻഡിവിജ്വലി 1-to-1 ഡിസ്കസ് ചെയ്ത് യു വിൽ ഗെറ്റ് എ സൊല്യൂഷൻ. അപ്പോൾ അതുപോലെ ആയിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സൊല്യൂഷൻ നമുക്ക് റിട്ടയർമെന്റ് ബേസ്ഡ് ആയിട്ട് ഫണ്ടുകളുണ്ട്, ചൈൽഡ്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചൈൽഡ്സ് ഫണ്ടുകളുണ്ട്, ഇൻഡെക്സ് ഫണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫണ്ട് ഓഫ് ഫണ്ട്, ഓവർസീസ് ഡൊമസ്റ്റിക് ഫണ്ട് ഓഫ് ഫണ്ടുകളും നമുക്കൊന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ രീതിയിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം? വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നമ്മുടെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ ഒന്നിച്ച് വന്നു, അത് ഒന്നിച്ച് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ്, അതായത് നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് SIP നോക്കും. അല്ല നിങ്ങളുടെ കയ്യിൽ ഒരു എമൗണ്ട് വന്നു, ഒരു 10 ലക്ഷം രൂപ വന്നു, എന്നാൽ നിങ്ങൾക്ക് അത് ഒറ്റയടിക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാനില്ല. പക്ഷെ എനിക്ക് അതിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് വഴി മറ്റേ ഡെപ്റ്റിൽ കുറച്ച് റിട്ടേൺ കിട്ടുകയും വേണം, എന്നാൽ അതിൻ്റെ ചെറിയൊരു പോർഷൻ എനിക്ക് ഇക്വിറ്റി റിസ്ക് എടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകൾ നമ്മൾ ഈ പറഞ്ഞ ഡെപ്റ്റ്, അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ എമൗണ്ട്, ഒരു 5,000 രൂപ 10,000 രൂപ വെച്ചിട്ട് മന്ത്ലി നമുക്ക് ഏതെങ്കിലും ഇക്വിറ്റി സ്കീംസിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻസ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്കീമിൽ നമ്മൾ എൻ്റർ ചെയ്തു, അല്ലെങ്കിൽ ഒരു SIP വഴി ഒരു എമൗണ്ട് നമ്മൾ സ്കീമിൽ, അപ്പോൾ ലാസ്റ്റ് ക്യാപ്പോ മിഡ് ക്യാപ്പോ, ഈ ലാസ്റ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടോപ്പ് 100 കമ്പനീസ്, അതായത് നമ്മൾ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന 1,100 കമ്പനീസിന് നമ്മൾ ലാസ്റ്റ് ക്യാപ്പ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കമ്പനീസിൻ്റെ സ്കീമിൽ ലാസ്റ്റ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് മാറി കുറച്ചൊരു അഗ്രസീവായിട്ട് ഏതെങ്കിലും സെക്ടർ ഫണ്ട്സ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫാർമ, IT, ബാങ്കിങ് അങ്ങനെയുള്ള സെക്ടർ ഫണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഡർ സ്കീം സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വിത്തൗട്ട് നമ്മുടെ ബാങ്കിലേക്ക് വരേണ്ട ആവശ്യമൊന്നും നമുക്ക് മ്യൂച്വൽ ഫണ്ടിലില്ല. ഇനി മ്യൂച്വൽ ഫണ്ടിൽ SIP തുടങ്ങുന്നതിന്റെ ബെനിഫിറ്റും SIPയുടെ റിട്ടേൺസ് എങ്ങനെയാണ് ഡെലിവർ ചെയ്തതിന്റെ ചെറിയൊരു ഹൈലൈറ്റ് ആണ്. എങ്ങനെയാണ് റുപ്പി കോസ്റ്റ് ആവറേജ് നമുക്ക് ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യുന്ന ചെറിയൊരു കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യാൻ. ഇതുവരെയുള്ള ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ക്ലാരിറ്റി എടുക്കണം. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകണമെന്ന് എനിക്കറിയാം, പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് ക്ലാരിറ്റിയോ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളിത് കഴിഞ്ഞ ഒരു SIPനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു ബേസിക് ക്ലാരിഫിക്കേഷൻ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേറെ ഒന്നുമില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാൻ ചാറ്റ് ബോക്സിൽ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് ആണ് ഞങ്ങളുടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ ഒരു ചെറിയ എമൗണ്ട് 5,000 റുപ്പീസ് വെച്ചിട്ട് നമ്മൾ ഒരു SIP തുടങ്ങണം. സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു 30 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ ആകെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 18 ലക്ഷം രൂപയാണ്. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ തുടങ്ങിയിട്ടാണ് 25-26 വർഷം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി നോക്കി കഴിഞ്ഞാൽ അറൗണ്ട് 1,000-1,500 സ്കീമുകൾ നമുക്ക് നൽകും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ഏറ്റവും മോശം സ്കീമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 12% നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഏറ്റവും വേസ്റ്റ് കേസ് സിനാരിയോ ആണെങ്കിൽ പോലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 18 ലക്ഷം രൂപ 1.8 ക്രോസ് 30 വർഷം ഉണ്ടാവും.
ഇതാണ് SIPയുടെ ഒരു പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ ഇമ്പാക്ട് ഞാൻ കാണിക്കുന്നത്. നിങ്ങളുടെ ഗോൾ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 കോടി രൂപ ഒരു 20 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഇന്നൊരു 21,000 രൂപ 21,700 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾ പല രീതിയിലും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാണും. നിങ്ങളുടെ ഒരു ഗോള് എന്താണ് അച്ചീവ് ചെയ്യാനുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യാം. നമ്മൾ വിചാരിക്കും ഇത്രയും റിസ്ക് എടുത്തിട്ട് എനിക്ക് RDയിൽ 8% കിട്ടും, മറ്റേത് എനിക്ക് 12% കിട്ടും. എങ്ങനെയാണ് ലോങ് ടേമിൽ ഒരു 2% 3% ഡിഫറൻസ് നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാവരും ഗ്രാഫിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് 7%, അതായത് നിങ്ങൾ മന്ത്ലി 10,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു SIP, ഞാൻ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക്കലി മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഏതെങ്കിലും ഒരു സ്കീമിലാണെങ്കിൽ നിങ്ങൾക്ക് 7% കിട്ടുമെങ്കിൽ ആഫ്റ്റർ 30 years അതിന്റെ വാല്യൂഷൻ 1.22 crores ആണ് ആവുന്നത്. ആ സമയം നിങ്ങൾക്ക് 7 പകരം 9% കിട്ടുവാണെങ്കിൽ 1.84 crore ആണ് കിട്ടുന്നത്. അതായത് 2% ഡിഫറൻസ് നമ്മുടെ പോർട്ട്ഫോളിയോ ഓൾമോസ്റ്റ് ഡബിൾ ആയി. അല്ല 9% നമ്മൾ 12%, നേരത്തെ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്ത സ്കീം പോലും 12% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ആ ഒരു 12% കൈൻഡ് ഓഫ് റിട്ടേൺ ആണെങ്കിൽ 7% നമ്മുടെ സേവിങ്സ് ബാങ്കിലോ അല്ലെങ്കിൽ RDയിൽ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റിന് പകരം നമ്മുടെ പോർട്ട്ഫോളിയോ ഓൾമോസ്റ്റ് 3 times ആയി. അതായത് 1.22 crore 3.5 crores നമ്മുടെ പോർട്ട്ഫോളിയോ. അല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ചുകൂടി ബെറ്റർ സ്കീംസ് ആണ്. നമുക്കൊരു 15% 30 years റിട്ടേൺ കിട്ടിയെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ, അതായത് 10,000 വെച്ചിട്ട് 30 വർഷം ഇൻവെസ്റ്റ് ചെയ്ത ഒരു പോർട്ട്ഫോളിയോ നമുക്ക് 7 കോടി രൂപ നമുക്ക് ആദ്യം നമുക്ക് എടുക്കാൻ പറ്റും. ആ രീതിയിലാണ് നമ്മളൊരു ചെറിയൊരു മൈനർ ഡിഫറൻസ് ഇൻ റിട്ടേൺസ് ആണെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ എങ്ങനെ 30 വർഷം കൊണ്ട് ഗ്രോ ചെയ്യുന്ന ഒരു ചെറിയൊരു ഹൈലൈറ്റ് ആണ്. എപ്പോഴും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നേരത്തെ ആണെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്കറിയാം, പവർ ഓഫ് കോമ്പൗണ്ടിങ്. ശരിക്കും നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് SIP തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്കൊരു പവർ ഓഫ് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് എഫക്ട് കിട്ടില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 years വെയിറ്റ് ചെയ്തേ പറ്റും. 15 to 20 years നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇതിന്റെ കോമ്പൗണ്ടിങ് ഇമ്പാക്ട് കാണാൻ പറ്റില്ല. സോ നിങ്ങളുടെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ റിട്ടേൺസും കാര്യങ്ങളും അതിന്റെ ഇടയ്ക്ക് നോക്കരുത്. സോ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും 15 to 20 years എങ്കിലും നിങ്ങൾ നോക്കും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. 25-ാം വയസ്സിൽ ഒരാൾ 1000 വെച്ച് സ്റ്റാർട്ട് ചെയ്തു. 8% വെച്ച റിട്ടേൺ ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്തു. 25-ാം വയസ്സിൽ ആൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുള്ളി 4,20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. എത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്തു? 35 വർഷം അല്ലെ. സോ 35 years കൊണ്ട് പുള്ളിയുടെ എയും എത്രയായി, അല്ലെങ്കിൽ പുള്ളിയുടെ ഇൻവെസ്റ്റ് ചെയ്ത കോപ്പസ് എത്രയായി? 23 ലക്ഷം രൂപയായി. ആ സമയം ഒരാൾ 40-ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. 40-ാം വയസ്സിൽ പുള്ളി SIP സ്റ്റാർട്ട് ചെയ്തു. 15 വർഷം ശേഷം പുള്ളി ഇത് സ്റ്റാർട്ട് ചെയ്തു. പുള്ളി എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്തു? മറ്റാൾ 35 വർഷം ഇൻവെസ്റ്റ് ചെയ്തതിന് പുള്ളി 20 വർഷം ഇൻവെസ്റ്റ് ചെയ്തു. പുള്ളി എത്ര ഇൻവെസ്റ്റ് ചെയ്തു? 2,40,000. അതായത് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കാം. 25 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ആൾ 4,20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അത് 23 ലക്ഷം രൂപ വാല്യൂ ആവും. എന്നാൽ ഒരു 15 വർഷം കഴിയുമ്പോൾ 40-ാം വയസ്സിൽ ഒരാൾ SIP സ്റ്റാർട്ട് ചെയ്യണം. 1000 രൂപയുടെ SIP 8% വെച്ച് ഇയർലി റിട്ടേൺ. 60-ാം വയസ്സിൽ പുള്ളിയുടെ വാല്യൂഷൻ എത്രയും? 5,92,000. അതായത് 2,40,000 രൂപ വന്നത് 5,92,000. അതായത് ആദ്യത്തെ ആൾ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര എമൗണ്ട് ഡിഫറൻസ്? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ 1,50,000 ഡിഫറൻസ് ആണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് ഓരോ പീരീഡ് ഓഫ് 15 years. പക്ഷെ വാല്യൂഷൻ നോക്കൂ, ഓൾമോസ്റ്റ് 4 times ഡിഫറൻസ് വന്നു. എപ്പോഴും നേരത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അതിന്റെ ഒരു പവർ ഓഫ് കോമ്പൗണ്ടിങ് ഇമ്പാക്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. സോ SIPയിലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റുപ്പി കോസ്റ്റ് ആവറേജിങ് ആണ്. നമുക്കറിയാം മാർക്കറ്റ് സിറ്റുവേഷൻ അപ്സ് ആൻഡ് ഡൗൺസ് കൂടെ കടന്നു പോകണം. അപ്പോൾ മാർക്കറ്റ് കറക്റ്റ് ആയ സമയത്തും SIP റൺ ചെയ്യണം. SIP റൺ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു റുപ്പി കോസ്റ്റ് ആവറേജിങ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് SIPs നടക്കും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. നമ്മുടെ NAV ഇപ്പോൾ യെല്ലോയിൽ കാണിക്കുന്നത് യൂണിറ്റ്സ് അലോട്ടഡ് ആണ്. ഇപ്പോൾ നമ്മുടെ NAV താഴെ ഈ പച്ച ലൈൻ നോക്കാം. NAV താഴെയുള്ള സമയത്ത് നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആവറേജ് ഔട്ട് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും വോളറ്റൈൽ ആവുന്ന സിറ്റുവേഷനിൽ SIP നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവും. നിങ്ങൾക്ക് SIP എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഏത് ഡേറ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഏത് ഡേറ്റ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. എല്ലാ ദിവസവും പോകുന്ന SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് എല്ലാ ദിവസവും SIP എടുക്കണം. അതായത് ഒരു 100 വെച്ചിട്ടോ 200 വെച്ചിട്ടോ ഡെയിലി SIP എടുക്കണമെങ്കിൽ ഡെയിലി SIP എടുക്കാം. അപ്പോൾ SIPസിന് എപ്പോഴും ഒരു ഫീസിബിലിറ്റി ഉണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും ഇത് മോഡിഫൈ ചെയ്യാം. SIP ഡേറ്റ്സ് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം, സ്കീംസ് ഇത് ചെയ്യാം.
നമ്പർ ഓഫ് ഡേയ്സ് കൂട്ടാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യാം. അതായത് നമ്മൾ ഒരു 1000 വെച്ചിട്ട് ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അടുത്ത വർഷം മുതൽ അത് 1100 ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യണം നമ്മുടെ എഫേർട്ട് മുതലാണ്. അപ്പോൾ ആ രീതിയിൽ ഓട്ടോമാറ്റിക് നമുക്ക് ഇപ്പോഴും സെറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് അപ്പ് SIPs എന്ന് നമ്മൾ അതിനെ പറയും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പോസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നു, എന്നാൽ നിങ്ങൾക്ക് SIP സ്റ്റോപ്പ് ചെയ്യേണ്ട. ഒരു 3 മാസത്തേക്കോ 6 മാസത്തേക്കോ വേണമെങ്കിൽ നിങ്ങൾക്ക് SIP പോസ് ചെയ്ത് വെക്കാം. എന്നിട്ട് 6 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും എടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യും. അങ്ങനെ 2 തവണ വരെ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്ക് SIPs ചെയ്യാൻ പറ്റുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഗോൾ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരു SIP സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു ക്ലാസ് ചെയ്യും. നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ആവശ്യം. ആഫ്റ്റർ 5 years ഞാൻ പറഞ്ഞ പോലെ ഒരു 12% റിട്ടേൺ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ 6000 രൂപ നിങ്ങൾ മന്ത്ലി മാറ്റി വെക്കണം. അല്ല, നിങ്ങൾക്കൊരു 50 ലക്ഷം രൂപ ആവശ്യമുണ്ട്, ഒരു 20 years ശേഷം നിങ്ങൾ 5000 രൂപയുടെ ഒരു SIP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു കോർപ്പസ് ബിൽഡ് ചെയ്യാനുള്ളൊരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവണം. എക്സ്പെക്ടിങ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 12% ലോങ് റണ്ണിൽ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾക്ക് എത്ര രൂപയുടെ SIP സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഒരു ചാർട്ടാണ്. സോ അതനുസരിച്ച് നിങ്ങളൊരു SIP സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗുണമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ 2-3 എക്സാമ്പിൾസ് ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യും. ഇത് നിപ്പോൺ ഇന്ത്യ ലാസ്റ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞ ഫണ്ടാണ്. ഇതിപ്പോൾ 17 വർഷമായി സ്കീം ലോഞ്ച് ചെയ്തിട്ട് 1 ലക്ഷം രൂപ ഇതിന്റെ NFO ടൈം എന്ന് പറയുന്നത് നമുക്ക് NAV എന്ന് പറയുന്നത് 10 രൂപയായിരിക്കും. അന്ന് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഇന്ന് 8 ലക്ഷം രൂപ, അതായത് 8 times 17 years. ഇതിന്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 13% റിട്ടേൺ കൊടുക്കുന്നുണ്ട്. നമ്മൾ അടുത്തൊരു സ്കീമിലേക്ക് എത്താം. ഇത് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ് എന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞു 1100 കമ്പനീസ് നമ്മൾ ലാസ്റ്റ് ക്യാപ്പ് എന്ന് പറയുന്നു. അടുത്ത 100 മുതൽ 250 വരെയുള്ള കമ്പനീസ് നമ്മൾ മിഡ് ക്യാപ്പ് എന്ന് പറയുന്നു. 250 മുതൽ 500 വരെയുള്ള തന്നെ സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നു. 500 താഴെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനീസ് നമ്മൾ മൈക്രോ ക്യാപ്സ് പറയും. ഇത് സ്മോൾ ക്യാപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. 2010 ലോഞ്ച് ചെയ്ത സ്കീമാണ്. 14 വർഷമായി. 14 വർഷം കൊണ്ട് 16 ടൈംസ് ആയി. അതായത് സിൻസ് ഇൻസെപ്ഷൻ നോക്കുകയാണെങ്കിൽ 21% റിട്ടേൺ ഡെലിവർ ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഇന്ന് 16 ലക്ഷം രൂപ. ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ ഒരു എക്സാമ്പിളാണ് അടുത്തൊരു പേജിൽ നിങ്ങൾ വിശ്വസിക്കുമല്ലോ എന്നറിയില്ല. 1 ലക്ഷം രൂപ നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട് എന്ന് പറയുന്ന നമ്മുടെ മിഡ് ക്യാപ് സ്കീമിൽ 1995 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഇന്ന് 4 കോടി രൂപയാണ്. 29 വർഷമായി ആ ഫണ്ട് ലോഞ്ച് ചെയ്തിട്ട്. അന്ന് 10 രൂപ NAV ആയിരുന്നു ഫണ്ട് ലോഞ്ച് ചെയ്തപ്പോൾ, ഇന്ന് 4000 രൂപയാണ്. 4 കോടി രൂപ. ഇതിനകത്ത് വേറൊരു എക്സാമ്പിൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യാം. നമുക്കിവിടെ ഒരു ഇൻവെസ്റ്റർ ഉണ്ട്. പുള്ളി 10,000 വെച്ച് എല്ലാ മാസവും 95 മുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അന്ന് പോസ്റ്റേറ്റഡ് ചെക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അന്ന് ഇപ്പോഴും ആ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിരുന്നു. പുള്ളി അറൗണ്ട് 33 ലക്ഷം രൂപ പുള്ളി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 20 കോടി രൂപ. അതായത് ഓവർ എ പീരീഡ് ഓഫ് ടൈം പുള്ളി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 33 ലക്ഷം രൂപ. ഇന്ന് പുള്ളിയുടെ വാല്യൂ എന്ന് പറയുന്നത് 20 കോടി രൂപ. ഇത് എപ്പോൾ വേണമെങ്കിലും ലിക്വിഡിറ്റി ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇത്രയാണ് ഞാൻ ബേസിക്കലി നിങ്ങൾക്കൊരു ഐഡിയ തരാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 40-45 മിനിറ്റ്സ് ആയി. ശരിക്കും പറയുന്നത് നമുക്കൊരു പ്രസന്റേഷനിൽ ഒരാൾക്ക് മാക്സിമം ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് 20-25 മിനിറ്റ് ആണ്. അതിൽ കൂടുതലൊന്നും മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് എൻ്റർ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാം.